ജൂലൈ 15 ഒരു ഓർമ്മ ദിനമാണ്. ഈ ഓർമ്മ ദിനം കണ്ണീരിൻ്റെതാണ്, ധീരതയുടേതാണ്. ബലിയമ്പ്ര പുറ്റാട്ട് മൊയ്തീൻ എന്ന യുവാവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മാത്രം ഓർത്തുവെന്നിരിക്കാം. എന്നാൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ മലയാളക്കരയാകെ കോൾമയിർക്കൊള്ളും. മലയാളക്കരയാകെ മൊയ്തീൻ എന്ന ചെറുപ്പക്കാരൻ്റെ ധീര സാഹസിക ജീവിതകഥ ഓർക്കും. BP മൊയ്തീൻ എന്ന ബലിയമ്പ്ര പുറ്റാട്ട് മൊയ്തീൻ മരിച്ചിട്ട് ഇന്ന് 42 വർഷം തികയുകയാണ്. ആരാണ് BP മൊയ്തീൻ? രാഷ്ട്രീയ പ്രവർത്തകൻ, ചലച്ചിത്ര നിർമ്മാതാവ്, ഫുട്ബോൾ കളിക്കാരൻ, എന്തിന് കലാപ്രേമി. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുക്കം എന്ന ഒരു ചെറിയ പ്രദേശത്ത്, ചെറിയ ഭൂവിഭാഗത്ത് നിന്ന് 1937 ജനിച്ച് 1982 മരണമടയുന്നതുവരെ അതിസാഹസികമായി ജീവിതത്തിൻ്റെ കാൽപന്ത് തട്ടി ജീവിതത്തിൻ്റെ മേനാവുകളിൽ മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം സഞ്ചരിക്കാത്ത വഴികളില്ല, അദ്ദേഹം നേടാത്ത വിജയങ്ങളില്ല. ഒടുവിൽ കാഞ്ചനമാല എന്ന ഇതര ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതോടെ അദ്ദേഹം വിവാദങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട്. ആ കഥയാണ് എന്ന് നിന്റെ മൊയ്തീനിലൂടെ RS വിമൽ എന്ന സംവിധായകൻ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ വരച്ചു കാട്ടുന്നത്. ഈ മൊയ്തീൻ്റെ മരണം നടന്ന ജൂലൈ 15 ഈ ജൂലൈ 15 അതായത് മരണം അനുസ്മരിക്കപ്പെടുന്ന ഈ ജൂലൈ 15 തമ്മിൽ ഒരു ബന്ധമുണ്ട്. മൊയ്തീൻ്റെ മരണം നടന്നത് ഇരുവഴിഞ്ഞി പുഴയുടെ ആഴങ്ങളിലാണെങ്കിൽ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൻ്റെ ദുർഗന്ധപൂരിതമായ ആഴങ്ങളിൽ ഒരു ജീവൻ പൊലിഞ്ഞുപോയി. അത് മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയ് എന്ന ചെറുപ്പക്കാരൻ്റെതാണ്. ജോയിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് കണ്ടുകിട്ടിയത്. ജോയിയുടെയും മൊയ്തീൻ്റെയും മരണങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നറിയാം. എങ്കിലും മൊയ്തീൻ്റെ മരണം ഓർക്കപ്പെടുന്നത് പോലെ ഇനി വരും വർഷങ്ങളിൽ ജോയിയുടെ മരണം ഓർക്കപ്പെടുമോ എന്ന കാര്യത്തിലും തർക്കമുണ്ടാകാം. ജോയിയുടെ മരണം ആരും ഓർക്കണമെന്നുമില്ല. മൊയ്തീൻ്റെ മരണം ഓർക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മുൻനിർത്തിയാണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭാവന ചെയ്തത്? 3 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമ അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ട ശ്രീ രാജനെ കുറിച്ചായിരുന്നു. ആ സിനിമ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പുറത്ത് വിടാൻ അല്ലെങ്കിൽ അത് തിരശീലകളിൽ എത്തിക്കാൻ, അത് തിയേറ്ററുകളിൽ എത്തിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് ജയൻ അഭിനയിച്ച അഭിനയം എന്നൊരു സിനിമ പുറത്തു വന്നു. മറ്റൊരു സിനിമ കൂടി 1981 പുറത്തു വന്നു. അങ്ങനെ ചലച്ചിത്ര നിർമ്മാതാവ് എന്ന പേരിൽ മൊയ്തീൻ പ്രശസ്തനായിരുന്നു. കാൽപന്ത് കളിയിലും അദ്ദേഹം സാന്നിധ്യം തെളിയിച്ചിരുന്നു. കലാസാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം മുദ്ര ചാർത്തിയിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 79 മുക്കം പഞ്ചായത്തിൽ ആയിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അത് തന്നെ വലിയ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊയ്തീൻ ഒരു സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഒരു ഏടായിരുന്നു മൊയ്തീൻ. ഈ പറയുന്ന നമ്മുടെ ആമയിഴഞ്ചാൻ തോടിൽ മരിച്ചുപോയ ജോയിക്ക് അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം നിത്യവൃത്തിക്ക് വേണ്ടി ആക്രി പിറക്കി വിറ്റിരുന്നു, നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോയിരുന്നു, മീൻ പിടിക്കാൻ പോയിരുന്നു, അമ്മയെ നോക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇടിഞ്ഞ് പൊളിയാറായ വീട് പുതുക്കി പണിയണം, അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാനാണ് അദ്ദേഹം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ പോകുന്നത്. ഏതൊഴുക്കിനെയും മറികടന്ന് നീന്താൻ പ്രാപ്തനായിരുന്നു ജോയ് എന്ന ചെറുപ്പക്കാരനും. അതേ കഴിവ് ഈ മൊയ്തീനും ഉണ്ടായിരുന്നു. ഏതൊഴുക്കിനെയും മറികടന്ന് നീന്താനുള്ള കഴിവ് നമ്മുടെ മൊയ്തീനും ഉണ്ടായിരുന്നു. അങ്ങനെ 82 ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉണ്ടാകുന്ന ഒരു ബോട്ടപകടത്തിൽ പെട്ട സഹയാത്രികരെ ഒട്ടനവധി പേരെ തൻ്റെ തോളിലേറ്റി പുഴക്കരയിലെത്തിച്ച് അവരുടെ ജീവൻ രക്ഷിക്കുകയും ഒടുവിൽ ചുഴിയിലകപ്പെട്ട് സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വരികയും ചെയ്ത ഒരു യുവാവിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ ത്യാഗത്തിൻ്റെ കഥയാണ് മൊയ്തീൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത്. എന്നാൽ സ്വന്തം അമ്മയുടെ വിശപ്പാറ്റാൻ, സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ, സ്വന്തമായി ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കാൻ, സ്വന്തം പട്ടിണി അകറ്റാൻ, നമ്മുടെ നഗരമാലിന്യം കോരി നീക്കാൻ ആമയിഴഞ്ചാൻ തോടിലിറങ്ങിയ ഒരു അർദ്ധ പട്ടിണിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ പട്ടിണിക്കാരൻ്റെ കഥയാണ് ജോയ് എന്ന ചെറുപ്പക്കാരനുള്ളത്. ഈ 2 യുവാക്കളുടെയും താരതമ്യം സാധ്യമല്ല. രണ്ടുപേരും രണ്ട് വശങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ രണ്ടുപേരും പുഴ നീന്തിക്കടക്കാൻ പ്രാപ്തരാണ്. എന്നാൽ രണ്ടുപേരെയും പുഴ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും മരണം സംഭവിക്കുന്നത് ജൂലൈ 15 എന്ന് നിന്റെ മൊയ്തീനിലൂടെ മൊയ്തീൻ എന്ന വ്യക്തിത്വം ദേശീയ പുരസ്കാരത്തിലൂടെ, അതായത് ധീരതയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിലൂടെ എന്ന് നിന്റെ മൊയ്തീനിലെ മൊയ്തീൻ വീണ്ടും വീണ്ടും അനുസ്മരിക്കപ്പെടുമ്പോൾ ആമയിഴഞ്ചാൻ തോടിൽ മുങ്ങി മരിച്ച പാവം ജോയ് എന്ന ചെറുപ്പക്കാരൻ
എന്താണ് ഒളിമങ്ങി നമ്മുടെ മറവിയുടെ മാറാല പിടിച്ച് മറന്നു പോകുന്ന മറവിയുടെ താളുകളിൽ അടയിരുന്ന് നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എപ്പോഴെങ്കിലും ഒരു മാൻഹോളോ അല്ലെങ്കിൽ മറാത്തിയിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ പറയുന്ന കഥ പോലെ ഒക്കെ ആരും ശ്രദ്ധിക്കാതെ കടന്നു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയൊക്കെയും അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അവരൊക്കെ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മൊയ്തീൻ്റെ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഒപ്പം ഇന്ന് മരിച്ചുപോയ ജോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു.